ഈ ബർത്ത്ഡേസിനും ആനിവേഴ്സറിക്കൊന്നും അധികം ആൾക്കാർ ചൂസ് ചെയ്യുന്നൊരു ഫ്ലേവർ അല്ല കേട്ടോ നമ്മുടെ പാലട പായസം കേക്ക്. കൂടുതൽ ഇത് ഓണം ടൈമിനൊക്കെയാണ് നമുക്ക് ഈ കേക്കിൻ്റെ ഓർഡർ വരാറുള്ളത്. അപ്പോൾ ഇത്തവണ എന്തായാലും ഓണത്തിന് മുന്നേ തന്നെ നമുക്ക് ഈ കേക്ക് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ബ്രദറിൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവർക്ക് പാലട കേക്ക് മതി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. കാരണം അല്ല ചോക്ലേറ്റ്, റെഡ് വെൽവെറ്റ് അങ്ങനെയുള്ള കൂടുതൽ ഫ്ലേവർ കേക്കുകൾ അവർ ഇടയ്ക്കൊക്കെ കഴിക്കാറുള്ളത് കൊണ്ട് തന്നെ അവർക്കൊരു വെറൈറ്റിക്ക് പാലട കേക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കേക്ക് ഫിനിഷ് ചെയ്തിട്ട് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഒരു സിമ്പിൾ നോസിൽ വർക്ക് കൂടെ കൊടുക്കുന്നുണ്ട്. നോസിൽ വർക്ക് കൊടുത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാലട പായസം അതിലോട്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് സൈഡിലേക്കൊന്ന് ഒലിച്ചിറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് എടുക്കുന്നത്. കണ്ടില്ലേ ദേ ഇതുപോലെ ഒത്തിരി ലൂസാവാനും പാടില്ല, ഒരുപാട് അങ്ങോട്ട് കട്ടിയാവുകയും വേണ്ട. എന്നിട്ട് നമ്മൾ കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഇതും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സൈഡിൽ ബോർഡർ ഉള്ളത് കൊണ്ട് തന്നെ കേക്കിലോട്ട് അത് ഒലിച്ചിറങ്ങും എന്നുള്ള പേടിയൊന്നും വേണ്ട. അത് സേഫായിട്ട് തന്നെ അവിടെ അങ്ങനെ അങ്ങ് ഇരുന്നോളും. നമ്മുടെ ബർത്ത്ഡേ ബോയ്ക്ക് JCBs ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനായിട്ട് കുഞ്ഞ് JCB കൂടെ വാങ്ങി കേക്കിൻ്റെ ടോപ്പിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അവർ മണ്ണിൻ്റെ എഫക്റ്റ് ഒക്കെ ഇടാനായിട്ട് വേണമെങ്കിൽ നമുക്ക് കേക്കൊക്കെ പൊടിച്ചിടാവേ. പക്ഷേ ഞാൻ കുറച്ച് ഓറിയോസാണ് കേട്ടോ പൊടിച്ചിടുന്നത്. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവന്മാരുടെ പരിപാടി എന്ന് വെച്ചാൽ ആ JCB വെച്ചിട്ട് തന്നെ അവർ ആ ഓറിയോസ് ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നുണ്ട്. എടുത്ത് കൊടുക്കുന്നത് എൻ്റെ മോനാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഡിസൈൻ ഇഷ്ടമായില്ലേ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.